ഒരു കൊടും ഭീകരൻ, ലോകം മുഴുവൻ തലയ്ക്ക് വിലയിട്ട ഒരു കൊടും ഭീകരൻ. ആ കൊടും ഭീകരന്റെ ജയില് ചാട്ടം. ഒടുവിൽ അതിന് സംഭവിച്ചതെന്ത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കൊടും ഭീകരൻ തന്റെ അനുയായികളോട് പറയുന്നതിന്റെ വീഡിയോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ആ ഭീകരൻ മറ്റാരുമല്ല, ജയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറാണ്. മസൂദ് അസർ പറയുന്നത് തന്നെ 1990 ഇന്ത്യൻ സൈന്യം പിടികൂടിയിരുന്നു. താൻ ജയിലിലായിരുന്നു. കാശ്മീരിലെ കോട്ട്ല ഭവൻ എന്ന് പറയുന്ന ജയില്, ഈ കോട്ട് ഭൽവർ എന്ന് പറയുന്ന ഈ ജയില് എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷയുള്ള ഒരു ജയിലാണ്. ഈ ജയിലിൽ താൻ ചില ഉപകരണങ്ങൾ വെച്ച് ഒരു തുരങ്കം നിർമ്മിച്ചിരുന്നു ജയിൽ ചാടുന്നതിന് വേണ്ടിയിട്ട്. ആ തുരങ്കത്തിന്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായി. ജയിൽ ചാടുന്ന ദിവസം ഈ ജയിൽ അധികൃതർ തുരങ്കം കണ്ടെത്തുകയും പിന്നീട് തനിക്കും തന്റെ അനുയായികൾക്കും നേരിടേണ്ടി വന്ന ദുരന്തവും പറഞ്ഞിട്ടാണ് ഈ അസദ് മസൂദ് പൊട്ടി കരയുന്നത്. അത് അദ്ദേഹം പറയുന്ന, ഈ ഭീകരൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒരു ഇന്ത്യയെ സംബന്ധിച്ചൊരു മോസ്റ്റ് വാണ്ടഡ് ഭീകരനാണ്. രണ്ടാമത്തേത്, അവരുടെ നിയമത്തെ താൻ വഞ്ചിക്കാൻ ശ്രമിച്ചു. ഇത് തന്നെ പോരെ അവർക്ക് തന്നെ ദ്രോഹിക്കാൻ. പിന്നീട് തന്റെ ജീവിതം ചങ്ങലക്കെട്ടിനുള്ളിലായിരുന്നു. കയ്യിലും കാലിലും ചങ്ങല കൊണ്ട് അവർ ബന്ധിച്ചു. തന്റെ കൂടെയുള്ള സഹതടവുകാരുടെ ജീവിതം ദുസ്സഹമായി. അതിൽ ചിലർക്ക് പിന്നെന്ത് സംഭവിച്ചു എന്ന് പോലും തനിക്ക് അറിയാൻ കഴിയാത്ത സാഹചര്യം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭീകരൻ വല്ലാത്ത രീതിയിൽ വാവിട്ട് നിലവിളിക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യം, ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്റെ സഹായിയും ബന്ധുക്കളെയും കൂടി അവർ വകവരുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് അധികം വൈകാതെ ഒരുപക്ഷെ അജ്ഞാതനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇദ്ദേഹത്തിനെയും പടമാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.